പോകത്തില്ല. ആലപ്പുഴ കാർത്തികപ്പള്ളി സ്കൂളിൽ വീണ്ടും സംഘർഷ സാഹചര്യം. കോൺഗ്രസും CPM പ്രവർത്തകരും നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്ക് എത്തുന്ന സാഹചര്യം. അവിടെ സ്കൂളിലെ അനാസ്ഥയ്ക്കെതിരെയാണ് KSU പ്രവർത്തകർ, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ചായി എത്തിയത്. അതിനെതിരെ പ്രകോപനവുമായി CPM വാർഡ് മെമ്പറുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ ഉണ്ടായപ്പോൾ അത് ഒരു അക്രമത്തിലേക്കും സംഘർഷത്തിലേക്കും വഴിമാറുന്നതാണ് കണ്ടത്. ഇപ്പോൾ രണ്ട് പ്രവർത്തകരെയും പോലീസ് മാറ്റിക്കൊണ്ട് അവിടെ ഒരു സമാധാന സാഹചര്യം ഉണ്ടാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. ഒരു ഭാഗത്ത് CPM പ്രവർത്തകർ ഇപ്പോഴും നിലയുറപ്പിച്ചിട്ടുണ്ട്. ഷൈജു ഉണ്ട്. ഷൈജു, എന്താണ് സംഭവിക്കുന്നത് ഇപ്പോൾ? സൈഫുദ്ദീൻ, യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ കൂട്ടമായി മാർച്ച് നടത്തി സ്കൂളിലേക്ക് വരികയായിരുന്നു. സ്കൂളിന്റെ ഗേറ്റ് തള്ളി തുറന്ന് അവർ അകത്തേക്ക് പ്രവേശിച്ചു. ഈ അകത്തേക്ക് പ്രവേശിച്ച സമയത്ത് അവർ നേരെ വന്ന ഈ പുതിയ കെട്ടിടത്തിന്റെ വരാന്തയിലിരുന്ന് കൂട്ടമായിരുന്നു മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു. മുദ്രാവാക്യം വിളിക്കുന്ന സന്ദർഭത്തിലാണ് ഒരു പ്രവർത്തകനും ഈ CPM അംഗം നിബുവുമായി തർക്കമുണ്ടായി. ആ തർക്കം മറ്റു പ്രവർത്തകർ കൂടി വന്ന് ഏറ്റെടുത്ത് നിബുവിന് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പോലീസ് നിബുവിനെ രക്ഷപ്പെടുത്തി മാറ്റി. എന്നാൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് പ്രവീൺ മാധ്യമങ്ങളോട് സംസാരിക്കുന്നു. പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ക്ലാസുകൾ നടക്കുവാൻ ഇവിടെ അനുവദിക്കുകയുള്ളൂ. ഞങ്ങളിവിടെ പോലീസ് ഞങ്ങൾ അറസ്റ്റ് ചെയ്യട്ടെ, ഞങ്ങൾ ഇവിടെ നിന്ന് പ്രതിഷേധിക്കും. ഇവിടെ ഞങ്ങളുടെ പ്രവർത്തകനെ ഡാനിയെ ക്രൂരമായി പോലീസിന്റെ സംരക്ഷണയിൽ CPM അടുത്ത് തലപൊട്ടിച്ചു. ആശുപത്രിയിൽ കൊണ്ടുപോകട്ടെ. പ്രവർത്തകർ തലയടിച്ചു പൊട്ടിച്ചു. അപ്പൊ ഞങ്ങൾ ഇവിടെ സമരം ചെയ്തുകൊണ്ടിരുന്നപ്പോ നിങ്ങളുടെ പുറകിലൂടെ ഞങ്ങൾ ആക്രമിച്ച CPM അങ്ങനെ ഏതെങ്കിലും തെട്ടൂരം കാണിക്കുന്ന CPM പോലീസ് അച്ചാരമാകുന്നുണ്ടെങ്കിൽ അത് കൈവച്ചാൽ മതി. ഒരിക്കലും ഇങ്ങോട്ട് ഇറങ്ങണ്ട. ഞങ്ങൾ ഈ സമരം തുടരുകയാണ്. കൂടുതൽ പോലീസ് എത്തി ഞങ്ങൾ അറസ്റ്റ് ചെയ്യട്ടെ. ഞങ്ങൾ നിയമപരമായി ഇതുമായി ബന്ധപ്പെട്ട് മുമ്പോട്ട് ദിവസം പ്രിൻസിപ്പളിനെ സസ്പെൻഡ് ചെയ്യാതെ ഈ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സസ്പെൻഡ് ചെയ്യാലോ, AU സസ്പെൻഡ് ചെയ്യാലോ, സസ്പെൻഡ് ചെയ്യാതെ ഈ സമരവുമായി KSU യൂത്ത് കോൺഗ്രസ് പുറകോട്ടില്ല എന്ന് പ്രഖ്യാപിക്കുക. സൈഫു, അതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് കുറച്ചുകൂടി സമരം ശക്തിപ്പെടുത്തുന്ന ഒരവസ്ഥയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിബുവിനെ പോലീസ് രക്ഷപ്പെടുത്തി മാറ്റിയിരുന്നെങ്കിലും പിന്നീട് നിബു തന്നെ കസേര പറക്കി അവർക്ക് നേരെ എറിയുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതോടുകൂടി യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ കൂട്ടമായി പാഞ്ഞെടുത്ത് ഇവിടെ ഉണ്ടായിരുന്ന ഈ പ്രഭാത ഭക്ഷണം കുട്ടികൾക്ക് കൊടുത്തിരുന്ന പാത്രങ്ങൾ ഓരോന്നെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഏറുണ്ടായി. ഈ ഏറിൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകൻ ഡാനിക്ക് സാരമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. ഡാനിയുമായി ചേർന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവർ കൂട്ടമായിരുന്നു മുദ്രാവാക്യം വിളിച്ചു. അതിനുശേഷം ഇവർ ഇനി HMനെ സസ്പെൻഡ് ചെയ്യുന്ന നടപടി, അതോടൊപ്പം തന്നെ ഈ സ്കൂളിന് കെട്ടിടത്തിന്റെ മതിയായ സൗകര്യങ്ങൾ ഒരുക്കാതെ ക്ലാസ് തുടങ്ങാൻ അനുവദിക്കില്ല തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അവർ സമരം ശക്തിപ്പെടുത്താൻ തീരുമാനിച്ചിരിക്കുന്നു. അതനുസരിച്ച് ഇപ്പോഴും അവർ ഈ സ്കൂളിന്റെ വരാന്തയിൽ ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. സൈഫുദ്ദീൻ, യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കിയിട്ടില്ല. സ്കൂൾ കോമ്പൗണ്ടിനകത്ത് കയറി മുദ്രാവാക്യം വിളിക്കുകയാണ്. ഒരു ഭാഗത്ത് CPM പ്രവർത്തകർ ഇപ്പോഴും അവിടെ തുടരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പോലീസ് ഒരു സംയമനമുണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിരുന്നു. പക്ഷേ അവിടെ പോലീസ് എത്തി അറസ്റ്റ് ചെയ്യുന്നത് വരെ തങ്ങളുടെ മുദ്രാവാക്യം വിളി തുടരും, മാർച്ച് തുടരും എന്ന രീതിയിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരുള്ളത്. പ്രിൻസിപ്പളിനെ, ഹെഡ് മാസ്റ്ററെ പിരിച്ചുവിടണം, സസ്പെൻഡ് ചെയ്യണം, അങ്ങനെയുള്ളൊരു നടപടി ഉണ്ടാകുന്നതുവരെ സമരം തുടരും എന്ന നിലപാടാണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ സ്വീകരിക്കുന്നത്. പഞ്ചായത്ത് അംഗം നിബുവിൻ്റെ നേതൃത്വത്തിലാണ് CPM പ്രവർത്തകർ ഈ മാർച്ച് തടയാനുള്ള ശ്രമവുമായി മുന്നോട്ട് വന്നത്. ഇതോടുകൂടിയാണ് ഈ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചത്. പെട്ടെന്ന് തന്നെ പഞ്ചായത്ത് അംഗം നിബുവിനെ പോലീസ് അവിടെ നിന്ന് പിടിച്ച് മറ്റൊരിടത്തേക്ക് മാറ്റാൻ ശ്രമിച്ചെങ്കിൽ കൂടിയും പ്രവർത്തകർ തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്നൊരു സാഹചര്യം ഉണ്ടായി. സ്കൂളിനകത്തെ പാത്രങ്ങളെടുത്ത് പരസ്പരം എറിയുന്നതും സംഘർഷത്തിൽ ഏർപ്പെടുന്നതും ദൃശ്യങ്ങളിൽ തന്നെ കാണാം. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ, ഒരു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകന് ഈ സംഘർഷത്തിൽ നെറ്റിക്ക് പൊട്ടലേറ്റിട്ടുണ്ട്. ചോരയൊലിച്ചുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ അവിടെ ഇപ്പോഴും നിൽക്കുന്നത്. ദൃശ്യങ്ങൾ കുറിക്കും. പ്രസിഡന്റ് അടക്കമുള്ളവർ മാർച്ച് നടത്തിയാലോ നിങ്ങൾ അന്വേഷിച്ചോ? അദ്ദേഹത്തിന്റെ സ്വന്തം അളിയനാണ് ഈ പറയുന്ന സ്കൂളിലെ പ്രിൻസിപ്പൽ. അപ്പൊ BJPയുടെ ഇവിടെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് പഞ്ചായത്താണോ? ഇന്ന് ഈ ഫിറ്റ്നസ് ഇല്ലാത്ത സ്കൂളിലാണ് ഇവിടെ നമ്മൾ പരിശോധിക്കണം. സ്കൂൾ നടക്കുന്നത്. ഈ സ്കൂളിൽ ഇന്നലെ ഈ സ്കൂൾ എന്തുകൊണ്ടാണ് ഇവിടെ തുറന്നത്?
ഈ സ്കൂളിൽ തുറന്ന് ബെഞ്ച് ഡെസ്ക് പിടിച്ചിടാനായിട്ട് എന്താണ് സാഹചര്യം ഉണ്ടായത്? അപ്പൊ ക്ലാസ് നടക്കുന്നില്ല, അവിടെ നടന്നില്ല എന്ന് പറഞ്ഞു. പച്ചക്കള്ളമല്ലേ? അവിടെ ക്ലാസ് നടന്നില്ലെങ്കിൽ അന്ന് വ്യാഴാഴ്ച ക്ലാസ് നടന്ന അതേ റൂമിലല്ലേ ക്ലാസ് നടക്കേണ്ടത്? ഇന്ന് എന്തുകൊണ്ടാണ് ഈ പുതിയ കെട്ടിടത്തിലേക്ക് ക്ലാസ് വെച്ചത്? ഈ കുട്ടികളെ ഇന്ന് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിച്ച് കുട്ടികളെ സുരക്ഷിതമായി പഠിപ്പിക്കുന്നത് വരെ ഈ കെട്ടിടമടക്കം അടച്ചിട്ടുകൊണ്ട് പ്രിൻസിപ്പലിനെ സസ്പെൻഡ് ചെയ്യുന്നത് വരെ KSU യൂത്ത് കോൺഗ്രസ് ഈ സമരവുമായി തുടരും. ഒരു തർക്കവുമില്ല. സ്കൂൾ മാനേജ്മെന്റ് കമ്മിറ്റി എല്ലാ കമ്മിറ്റികൾക്കും ഉത്തരവാദിത്വം. ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യവും ഇതിനകത്തില്ല. ഇത് കൃത്യമായി വിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിൽ സ്വീകരിക്കുന്ന വലിയ അഴിമതിയുടെ കഥകൾ. ഉദ്ഘാടനത്തിന് മന്ത്രി വരാൻ വേണ്ടി എല്ലാ കെട്ടിടങ്ങളും അടച്ചിട്ടിരിക്കുക. നിങ്ങൾക്കറിയാലോ, ചേർത്തലയിൽ 2 ഉദ്ഘാടനം മാറ്റിവെച്ചില്ലേ? തേവലക്കര വിഷയവുമായി ബന്ധപ്പെട്ട് ചേർത്തല ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്യാനിരുന്ന 2 സ്കൂൾ കെട്ടിടങ്ങൾ ഞങ്ങൾ അവിടെ കരിങ്കുടി പ്രതിഷേധം നടത്തുമെന്ന് പോലീസ് അറിയിച്ചപ്പോ അത് മാറ്റിവെച്ചതാണ് ഇവര്. അപ്പൊ ഈ പഞ്ചായത്തിന്റെ വീഴ്ച എങ്ങനെയാണ് സുഹൃത്തെ പഞ്ചായത്തിന്റെ വീഴ്ചയാവുന്നത്? ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇവിടെ സ്കൂൾ പ്രവർത്തിക്കില്ല എന്ന് പഞ്ചായത്തിന്റെ എഞ്ചിനീയർ അടക്കം പറഞ്ഞപ്പോ അവിടെ പഠിപ്പിച്ചതാരാണ്? ഇവിടുത്തെ പ്രിൻസിപ്പളിന് ഉത്തരവാദിത്തമില്ലേ? പ്രിൻസിപ്പൾ ഇവിടുന്ന് ഗവൺമെന്റിന് ശമ്പളം പറ്റുന്ന പ്രിൻസിപ്പള് ഇവിടെ കൃത്യമായ അവലോകനം നടത്തി ഈ സ്കൂൾ കെട്ടിടത്തിൽ മാറ്റി പഠിപ്പിക്കേണ്ട സമയം എന്തുകൊണ്ട് കഴിഞ്ഞ ആഴ്ച ഈ സ്കൂൾ കെട്ടിടം തുറന്നില്ല? ഇന്നലെയാണ് രാത്രി CPM-കാരും ദേവകുമാറിന്റെ നേതൃത്വത്തിൽ ഇവിടെ വന്ന് ഈ സ്കൂൾ കെട്ടിടം CPM-കാരോട് ചേർന്ന് തുറന്നത്. അങ്ങനെ തുറന്ന് പ്രവർത്തിക്കാനുള്ളതാണോ ഒരു സ്കൂൾ കെട്ടിടം? ഇതെന്താ ബ്ലോക്ക് വഴി കുഞ്ഞുങ്ങളാണ്? ഈ പാവപ്പെട്ട സാധാരണക്കാർ കേരളത്തിലെ ആളുകൾ വർഷത്തോളം പഠിക്കുന്ന ഈ സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലാതെ ഒരു കാരണവശാലും ഇത് തുറക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ് KSU യൂത്ത് കോൺഗ്രസ് പറഞ്ഞത്. പ്രിൻസിപ്പള് ഈ BJP-യുമായി ചേർന്ന് പഞ്ചായത്തിലേക്ക് പൊറാട്ട് നടത്തിയാണ്. സ്വന്തം അളിയനാണ്, പെങ്ങൾ സഹോദരിയുടെ ഭർത്താവാണ്. MLA കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഫിറ്റ്നസ് അടക്കമുള്ള കാര്യങ്ങൾ നടപടിക്രമങ്ങൾ പൂർത്തിയാവാൻ. ഷൈജു തുടരുന്നുണ്ട്. ഷൈജു, യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ഇപ്പോഴും അവിടെയുണ്ട്. നേരത്തെ നിബുവിന്റെ നേതൃത്വത്തിലുള്ള CPM സംഘം അവിടെ തന്നെ ഉണ്ട്. ഒരു സംഘർഷ സാഹചര്യം പൂർണ്ണമായി അവസാനിച്ചു എന്ന് കരുതാമോ? ഇപ്പോൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അനുവദിച്ച അല്ലാതെ ഒരു MLA പറഞ്ഞു അല്ലെങ്കിൽ MLA സംസാരിക്കുമ്പോൾ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റണമെന്നേ പറയാൻ കഴിയും. നടപടിക്രമം പൂർത്തിയാക്കേണ്ടതാണ്. വാർഡ് മെമ്പർ കൂടി യൂത്ത് കോൺഗ്രസുമാരുമായി ഇതിനിടയിൽ തർക്കം ഉണ്ടായിരുന്നു. ഇവരെ 2 ആളുകളെ ഇപ്പോൾ മറ്റൊരു സ്ഥലത്തേക്ക് പോലീസ് മാറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകളുടെ പ്രശ്നങ്ങളില്ല. പക്ഷേ യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ഇപ്പോഴും പിരിഞ്ഞു പോകാൻ സന്നദ്ധമായില്ല. പോലീസുമായി ചർച്ച നടത്തുകയാണ്. DCC പ്രസിഡന്റ് ബാബു പ്രസാദ് അടക്കമുള്ള നേതാക്കന്മാർ ഇവിടെയുണ്ട്. അദ്ദേഹം പോലീസുമായി സംസാരിച്ചതിന് ശേഷം ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരുമായി സംസാരിക്കുകയാണ്. അവരെ സമാധാനപരമായി ഇവിടെ നിന്ന് പിരിച്ചുവിടാനുള്ള ഒരു ശ്രമം കോൺഗ്രസ് ഭാഗത്തുനിന്നുണ്ട്. എന്നാൽ സമരം അവസാനിപ്പിച്ച് പോകാൻ തയ്യാറല്ല എന്ന ഒരു രീതി തുടർന്നുകൊണ്ട് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകർ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. മാധ്യമങ്ങളോട് അവർ സംസാരിക്കുകയും ചെയ്യാണ്. അവരുടെ പ്രവർത്തകൻ ഡാനിക്ക് കാര്യമായ പരിക്ക് പറ്റിയിട്ടുണ്ട്. മാതൃഭൂമിയുടെ ക്യാമറാമാൻ ബോണിക്ക് സാരമായ പരിക്കുണ്ട്. അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഈ പരസ്പരമുള്ള ഏറിൽ മാധ്യമപ്രവർത്തകർക്ക് അടക്കം ഏറ് കിട്ടി എന്നതാണ് ഒരു പ്രധാനപ്പെട്ട വസ്തുത. മാതൃഭൂമിയുടെ ക്യാമറ നിറയെ രക്തമുണ്ട്. കാരണം ക്യാമറാമാൻ ബോണിക്ക് കാര്യമായ പരിക്ക് സംഭവിച്ചിട്ടുണ്ട്. ബോണിയെ ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഡാനി, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഡാനിക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരിൽ പരിക്ക് പറ്റിയിരിക്കുന്നത്. അങ്ങനെ പരിക്ക് 2 പേർക്ക് പറ്റിയിരിക്കുന്നു. മറ്റു പല പ്രവർത്തകരും ഈ മർദ്ദനം ഏറ്റുവാങ്ങേണ്ടി അങ്ങോട്ട് കൊടുക്കുകയും തിരിച്ചു വാങ്ങുകയും ഒക്കെ ചെയ്യുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുകയായിരുന്നു. ആ അർത്ഥത്തിലായിരുന്നു പ്രതിഷേധമുണ്ടായത്. ഇപ്പോൾ ഈ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് അവർ KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആ കുത്തിയിരിപ്പ് തുടരുകയാണ്. അവർ സമരം അവസാനിപ്പിച്ച് തിരിച്ചു പോകാൻ സന്നദ്ധമല്ല എന്നതാണ്. അവരെ അനുനയിപ്പിക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ നേതാക്കളടക്കമുള്ളവർ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോൺഗ്രസ് നേതാക്കന്മാരെ അനുസരിച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തേക്ക് വരുന്നുണ്ട്. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അനുനയിപ്പിച്ച് സമാധാനപരമായി കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന ചർച്ചയിൽ DCC അധ്യക്ഷൻ ബാബു പ്രസാദാണ് യൂത്ത് കോൺഗ്രസ് KSU നേതാക്കളെ അറസ്റ്റ് ചെയ്ത് മാറ്റാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അവർ അറസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പോലീസ് വാഹനം ഈ സ്കൂൾ കോമ്പൗണ്ടിനകത്തേക്ക് വരികയാണ്. ഇവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതനുസരിച്ച് യൂത്ത് കോൺഗ്രസ് KSU പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് മാറ്റും. അത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തിച്ച് സമരം അവസാനിപ്പിക്കാനാണ്